ആദ്യം തന്നെ നിങ്ങൾ ഈ ക്ലിപ്പ് ഒന്ന് കാണുക. ഒരു ഇന്റർവ്യൂവർ ചോദിച്ച ചോദ്യത്തിന് വിരാട് കോഹ്ലി നൽകിയ സ്പിരിച്വാലിറ്റിയെ പറ്റിയുള്ള ഒരു ഉത്തരമാണിത്. ഡു ഐ ലുക്ക് ലൈക്ക് എ പൂജ പാട്ട് ടൈപ്പ്? അതായത് പൂജയും മന്ത്രവുമായി നടക്കുന്ന ഒരാളാണെന്ന് എന്നെ കണ്ടിട്ട് തോന്നുന്നു എന്ന്. അന്ന് അദ്ദേഹം വളരെ യങ്ങായിരുന്നു. പെർഫോമൻസും അതുപോലെ ഫിറ്റ്നസ്സും കരിയറും ഒക്കെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കളിക്കാരൻ. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന വിരാട് കോഹ്ലി അതിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. വിവാഹശേഷം വിരാട് കോഹ്ലിക്കുണ്ടായ മാറ്റങ്ങൾ പ്രകടമാണ്. പൂജയിലും മന്ത്രങ്ങളിലും ഒന്നും വിശ്വാസമില്ലായിരുന്ന ഒരു ചെറുപ്പക്കാരിൽ നിന്ന് സ്പിരിച്വാലിറ്റി തേടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര. ആരൊക്കെയാണ് വിരാട് കോഹ്ലിയെ സ്പിരിച്വലി ഇത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്തത്? ബോളിവുഡ് താരമായ അനുഷ്ക ശർമ്മയുമായിട്ടുള്ള വിവാഹശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫ് വളരെ പ്രൈവറ്റായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിപ്പോൾ 2 കുട്ടികളാണുള്ളത്, വമികയും അതുപോലെ തന്നെ അക്കായിയും. മറ്റ് പല സെലിബ്രിറ്റികളെ പോലെയും കുട്ടികളെ പാപ്പരാസികൾക്ക് മുന്നിലും അതുപോലെ തന്നെ പബ്ലിക്കിന് മുന്നിലും ഒരു കാഴ്ചവസ്തുവാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ ചിത്രങ്ങൾ പുറത്തു പോകാതിരിക്കാൻ മാക്സിമം അവർ ശ്രദ്ധിക്കാറുമുണ്ട്. അതായത് ബോളിവുഡ് താരങ്ങളെ പോലെയുള്ള ഗ്ലാമറും സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈലുമൊന്നും അവർ വലുതായി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ആ പ്രൈവറ്റ് ലൈഫിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഒരിക്കൽ വിരാട് കോഹ്ലിയുടെ മൊബൈലിലെ ഒരു വാൾപേപ്പർ ഫാൻസിൻ്റെ കണ്ണിൽപ്പെട്ടു. അതിൽ വളരെ വയസ്സായ ഒരു വൃദ്ധനായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് പേർക്ക് അദ്ദേഹം ആരാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം തന്നെ ആ ഒരു വ്യക്തി സുപരിചിതമാണ്. നീം കരോളി ബാബ എന്നൊരു സന്യാസിയായിരുന്നു അത്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പ്രത്യക്ഷ കാലത്ത്, അതായത് നമ്മുടെ ഈ ഭൂമിയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഹനുമാൻ്റെ സ്വരൂപമായിട്ടാണ്. ഉത്തരാഖണ്ഡിലെ കാഞ്ചി ധാമിലാണ് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രമുള്ളത്. വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും പലതവണ ആ ക്ഷേത്ര ദർശനം നടത്തുന്ന വീഡിയോസൊക്കെയും വൈറലായിരുന്നു. ഒരുപാട് മിസ്റ്ററീസും അതുപോലെ തന്നെ മിറാക്കിൾസും ഒക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ പറയുന്ന കാഞ്ചി ധാം. വളരെയധികം മിസ്റ്റിക്കൽ പവർ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നീം കരോളി ബാബ എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭക്തർ വെറും സാധാരണക്കാരായിരുന്നില്ല. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെ ദർശിക്കാനായി ഭക്തർ എത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത കൂടാനുള്ള കാരണം ഇതൊരു പണത്തിന് വേണ്ടിയുള്ള ക്ഷേത്രമൊന്നും ആയിരുന്നില്ല. വിശ്വാസികളാണ് അദ്ദേഹത്തിൻ്റെ ശക്തി അറിഞ്ഞ് അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നത്. വിരാട് കോഹ്ലി മാത്രമല്ല, ആപ്പിളിൻ്റെ സ്ഥാപകനായിരുന്ന സ്റ്റീവ് ജോബ്സും അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തനായിരുന്നു. 1974 നീം കരോളി ബാബയുടെ കാഞ്ചി ധാമിൽ സ്റ്റീവ് ജോബ്സ് ദർശനം നടത്തിയിരുന്നു. ആപ്പിൾ ഐഫോൺ ലോഞ്ചിന് മുൻപായിരുന്നു അദ്ദേഹം അവിടെ ദർശനം നടത്തിയിരുന്നത്. ഐഫോണിൻ്റെ കണ്ടുപിടുത്തത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലുമൊക്കെ അവിടുത്തെ ദർശനം ഈ പറയുന്ന സ്റ്റീവ് ജോബ്സിനെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. സ്റ്റീവ് ജോബ്സിൻ്റെ പാത പിന്തുടർന്ന് 2015 ഫേസ്ബുക്ക് സ്ഥാപകനായ മാർക്ക് സക്കർബർഗും അവിടെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒരു വളരെ ടഫ് ടൈമിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു മാർക്ക് സക്കർബർഗ് കാഞ്ചിധാം ദർശനത്തിനെത്തിയത്. വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും അവിടുത്തെ വളരെ വലിയ വിശ്വാസികളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നായ ഉജ്ജയിനിലെ മഹാകാലേശ്വർ ടെമ്പിളിലും വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും ഫ്രീക്വൻ്റ് ആയിട്ട് ദർശനം നടത്താറുണ്ട്. ഇന്ത്യയിലെ തന്നെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ സ്ഥിതി ചെയ്യുന്ന ഉജ്ജയിൻ മഹാകാലേശ്വർ ടെമ്പിളിലെ സ്വയംഭൂ ആയിട്ടുള്ള ശിവലിംഗം. വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും അവിടെ അഭിഷേകം നടത്തുന്നതിൻ്റെ വീഡിയോസൊക്കെയും അന്ന് വളരെയധികം വൈറലായിരുന്നു. വിരാടിൻ്റെ കരിയറിലെ ഒരു വളരെ ടഫ് ടൈമിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു അദ്ദേഹം ആ പറയുന്ന ഉജ്ജയിൻ മഹാകാലേശ്വർ ടെമ്പിൾ സന്ദർശിച്ചത്. അതിനുശേഷം വിരാട് കോഹ്ലിയുടെ കരിയറിൽ തന്നെ വളരെ വലിയ കുതിച്ചാട്ടമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായതും അന്ന് ആ വീഡിയോസിലൊക്കെയും വൈറലായിരുന്നു. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ജ്യോതിർലിംഗം കൂടിയാണ് ഉജ്ജയിൻ മഹാകാലേശ്വർ ടെമ്പിൾ. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും സ്ഥിരം സന്ദർശിക്കാറുള്ള മറ്റൊരു ക്ഷേത്രമാണ് ഇസ്കോൺ ടെമ്പിൾ. ശ്രീകൃഷ്ണനെയും രാധാറാണിയെയും ഒരുപോലെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണത്. ശ്രീകൃഷ്ണ ഭക്തരുടെ ക്ഷേത്രമാണ് ഇസ്കോൺ. ഒരുപക്ഷെ ശ്രീകൃഷ്ണനേക്കാൾ കൂടുതൽ രാധയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്. അവരുടെ നാമജപത്തിൽ തന്നെ രാധേ രാധേ എന്നുള്ള ആ ഒരു നാമം കേൾക്കാൻ കഴിയും. പ്രേമാനന്ദ് മഹാരാജ് എന്ന ഇസ്കോണിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗുരുവിനെയാണ് അനുഷ്ക ശർമ്മയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും സ്ഥിരം സന്ദർശിക്കാറുള്ളത്. അനുഷ്കയും വിരാടും മാത്രമല്ല, മറ്റൊരുപാട് സെലിബ്രിറ്റികൾ ഇദ്ദേഹത്തെ സന്ദർശിക്കുന്നതിൻ്റെ വീഡിയോസും ഫോട്ടോസുമൊക്കെ സ്ഥിരം വൈറലാവാറുണ്ട്. UPയിൽ ജനിച്ച പ്രേമാനന്ദ് മഹാരാജ് 13ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വീട് വിട്ടിറങ്ങി ഗംഗയുടെ തീരത്ത് സ്ഥിരം ധ്യാനത്തിലിരിക്കുമായിരുന്നു. ഭക്ഷണവും വെള്ളവും പോലുമില്ലാതെ കഠിനമായ ധ്യാനമായിരുന്നു അദ്ദേഹം അവിടെ ചെയ്തിരുന്നത്. അതുകൂടാതെ 3 നേരവും ഗംഗയിൽ മുങ്ങിക്കുളിച്ച് വീണ്ടും തൻ്റെ ധ്യാനത്തിലേക്ക് മുഴുകുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എത്ര കൊടും തണുപ്പായിരുന്നാലും വെറും ഒരു ധോത്തിയിൽ മാത്രം അദ്ദേഹം അവിടെ ധ്യാനത്തിലിരിക്കുന്നത് പലർക്കും ഞെട്ടലുണ്ടാക്കിയൊരു കാഴ്ചയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്തു. ഏതൊരു വിഷമവുമായി അദ്ദേഹത്തിന് അടുത്ത് ചെന്നാലും അതിനെല്ലാമുള്ള പരിഹാരം അദ്ദേഹം കൊടുക്കാറുണ്ട്. യാതൊരുവിധ അഹംഭാവവുമില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ ആളുകൾ കാണുന്നത്. വെറും സാധാരണക്കാരെ പോലെയാണ് വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും അവിടെ ദർശനം നടത്തിയത്. കൂടാതെ ലണ്ടനിലെ ഒരു ശ്രീകൃഷ്ണ ഭജനയിലും
വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോ വൈറലായിരുന്നു. വിരാട് കോഹ്ലിയുടെ സ്പിരിച്വൽ സൈഡ് എടുത്തു കാട്ടുന്ന മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിലെ ടാറ്റു ആണ്. മാനസരോവര തീരത്ത് കൈലാസത്തിന് സമീപം തപസ് ചെയ്യുന്ന മഹാദേവൻ്റെ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ തോളിൽ ഗോഡ്സ് ഐ എന്നറിയപ്പെടുന്ന ഒരു ടാറ്റുവുമുണ്ട്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പരമശക്തനായ ദൈവത്തിൻ്റെ കണ്ണ്. അതിനോട് ചേർന്ന് തന്നെ ഓമിൻ്റെ ഒരു ടാറ്റു നമുക്ക് കാണാൻ കഴിയും. കൂടാതെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരുകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടാറ്റു അടിച്ചിട്ടുണ്ട്. ഫീൽഡിൽ വളരെ അഗ്രസീവായിട്ടുള്ള, ക്രിക്കറ്റിനെ തൻ്റെ ജീവൻ പോലെ കാണുന്ന, ഫിറ്റ്നസ് ഫ്രീക്കായിട്ടുള്ള യുവാക്കളുടെ ഹരമായ വിരാട് കോഹ്ലിയുടെ ഒരു സ്പിരിച്വൽ വശമാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അദ്ദേഹത്തിൻ്റെ യങ് ഏജിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാറ്റം വളരെ വലുതാണ്. അത്ര അഗ്രസീവായിരുന്ന വിരാട് കോഹ്ലി ഇന്നിപ്പോൾ വളരെ ശാന്ത സ്വഭാവിയാണ്. തൻ്റെ പെർഫോമൻസിലൂടെയാണ് കൂടുതലും അദ്ദേഹം അഗ്രഷൻ കാണിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് വിരാട് കോഹ്ലിയുടെ സ്പിരിച്വൽ സൈഡിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ പുതുതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.